6 ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ മണ്ണിലേക്ക് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വിടുന്നത്. ഈ കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ നമ്മൾ നടത്തുന്ന 3ാമത്തെ വലിയ പരിപാടിയാണിത്. കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ നെടുമങ്ങാട് സംഘടനയിലെ അല്ലെങ്കിൽ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ നടത്തുന്ന 3ാമത്തെ വലിയ പരിപാടിയാണിത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എത്രത്തോളം ആവേശത്തിലും ആത്മാർത്ഥതയിലുമാണ് നമ്മുടെ പ്രവർത്തകർ നിൽക്കുന്നത് എന്നുള്ള കാര്യം. നമ്മൾ തീരുമാനിച്ചു ആദ്യം തന്നെ ഒരു വലിയ മാസ് എൻട്രി ഉണ്ടാകണം, ഒരു റോഡ് ഷോ ഉണ്ടാകണം. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു റോഡ് ഷോ ആയിട്ട് നമ്മുടെ റോഡ് ഷോ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്നാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നത്. ഞാൻ 29-ാം തീയതിയിലേക്കൊക്കെ അദ്ദേഹം വരാമോ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റന്നാൾ തന്നെ വരികയാണ് നിൻ്റെ അടുത്തേക്ക്, ഇത്രയും സമയം ഞാൻ നിനക്ക് തരുകയാണ് എന്ന് പറഞ്ഞ് ആ സ്നേഹവും ഞാൻ കണ്ടു, വളരെ അടുത്തറിഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ ശോഭാ മേഡത്തിനോട് ചോദിച്ചിരുന്നു, മേഡം 22-ാം തീയതി കൺവെൻഷനാണ്, മേഡത്തിന് എത്താൻ സാധിക്കുമോ? മേഡവും എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരുപാട് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് പോരാഞ്ഞിട്ട് നമ്മൾ നാളെ നോമിനേഷൻ നൽകണം. അപ്പോൾ ഈ 6 ദിവസവും ആ ടെമ്പോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിൻ്റെ പിറകിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹാർഡ് വർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിയർപ്പുമുണ്ട് എന്നുള്ള കാര്യം ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ സ്നേഹവും നിങ്ങളുടെ ആത്മാർത്ഥതയും ഈ എരിപൊരി ചൂടിനകത്തും ഒരല്പം പോലും വിട്ടുകൊടുക്കില്ല നമ്മൾ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള നമ്മുടെ ആ പോരാട്ടവും ഒക്കെ ഓരോ ഇടത്തെത്തുമ്പോഴും ആ പോരാട്ടത്തിൻ്റെ ചൂട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെറിയൊരു അബദ്ധം പറ്റി. അബദ്ധമായിരുന്നെങ്കിൽ പോലും ആ അബദ്ധത്തിൻ്റെ പുറകിലുള്ള ഒരു സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരു പരിപാടിക്ക് പോയി ഇറങ്ങേണ്ടി വന്നു. ആ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ, ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല മനുഷ്യനെ, 35 തവണ എന്നെ വിളിച്ചു. അവസാനം ഞാൻ ഏരിയ പ്രസിഡന്റിനോടും മണ്ഡലം പ്രസിഡന്റിനോടും ഒക്കെ മാപ്പ് പറയേണ്ടെന്ന സാഹചര്യമുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ വിളി കാരണം ഞാൻ ഇവരെ ആരുടെ അറിയിക്കാൻ പോലും വിട്ടിട്ടാണ് ഞാൻ അവിടെ പോയി ഇറങ്ങി കൊടുത്തത്. അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം ആലോചിക്കുന്നത്, പറയുമ്പോൾ ഇവരുടെ ആരുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ എന്നുള്ള. പുള്ളി ഉച്ചോട്ട് വിളിക്കുകയാണ്, എടാ നീ എവിടെ, ഇങ്ങനെ സംസാരിക്കും, എടാ നീ എവിടെ, നിന്റെ അടുത്ത് സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നത്, നീ ഇപ്പോൾ ഇവിടെ വന്നേ പറ്റും, ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അദ്ദേഹം, വൈകുന്നേരം നീ എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ എടാന്നും നീയെന്നും ഒക്കെ അത്രയധികം ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടി വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ പോലും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് പറയുന്നത്, എനിക്കിനി ഭാവിയിൽ മുഖ്യമന്ത്രി പദം കിട്ടിയാൽ പോലും ആ പദം പോലും അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല എന്നുള്ള പരിപൂർണമായ ബോധ്യം എനിക്കുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം തന്നെ പല തരത്തിലും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ പ്രവർത്തകരുടെ ഹൃദയത്തിലേക്ക് ഒരു കസേരയിട്ട് നീക്കിയിട്ട് അതിനകത്ത് ഇരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ആത്മാർത്ഥമായിട്ട്, അതിനേക്കാൾ കഴിവുള്ള അതിനേക്കാൾ എന്തെങ്കിലും മഹത്തരമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മാത്രം നിന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അതിന് സാധിക്കാറില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല,